ഇന്ത്യ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്നത് ഇനി ഏതാനും ദിവസങ്ങൾക്കപ്പുറമാണ്. ജൂൺ 4-ന് വോട്ടെണ്ണൽ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യം. ജൂൺ 1-ന് അവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. DMK ആകട്ടെ തമിഴ്നാട്ടിൽ മന്ത്രിമാരാരൊക്കെ ആകണം എന്നുള്ള കാര്യത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? രാജ്യത്താകമാനം ഇനി ഒരു ഘട്ടം കൂടി തെരഞ്ഞെടുപ്പുണ്ട്. 57 സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ ആത്മവിശ്വാസത്തിന് പിറകിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ബാലു? വസന്ത്, തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഈ കക്ഷികളുടെ നേതാക്കളുമായിട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് BJP ഒരിക്കലും ഈ 250 കടക്കില്ല. അങ്ങനെ കടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ, കാരണം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്കൊന്നും സമയമില്ല. കാരണം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP തന്നെയായിരിക്കും അവർ എന്ന കാര്യത്തിൽ അവർക്കും യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. രാഷ്ട്രപതി സ്വാഭാവികമായും BJPയുടെ അടുത്ത ആണ് എന്ന് കരുതപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് വളരെ പെട്ടെന്ന് നടക്കണം. അതുകൊണ്ടാണ് ഈ പ്രിപ്പറേഷൻ, ഈ ചർച്ചകൾ ജൂൺ 1-ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 1-ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാൾ നിലവിലെ സാഹചര്യത്തിൽ ജൂൺ 2-ന് അദ്ദേഹത്തിന് തീഹാറിലേക്ക് പോകണം. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ തീയതി നീട്ടിക്കിട്ടണമെന്നുള്ള. പക്ഷേ അങ്ങനെ അല്ല എങ്കിൽ കൂടിയും ഒരു ബാക്കപ്പ് പ്ലാൻ, ഒരു പ്ലാൻ ബി ഇന്ത്യ സഖ്യം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ആ നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ 28 കക്ഷികളാണ് ഈ ഇന്ത്യ സഖ്യത്തിൽ ഉള്ളത്. പക്ഷേ ഒരു ഘട്ടം വരികയാണെങ്കിൽ ഒരു പക്ഷേ വളരെ സർപ്രൈസിംഗ് ആയ ചില ആൾക്കാർ കൂടി തങ്ങൾക്കൊപ്പം ചേരുമെന്നാണ് അവർ പറയുന്നത്. അത് ഈ കക്ഷികളെ സംബന്ധിച്ചുള്ള ഊഹാപോഹം മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ചില നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മമതാ ബാനർജി സംസാരിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 പേര്, ഒന്ന് ഒറീസയിൽ എത്രത്തോളം സീറ്റ് കിട്ടുമെന്നറിയില്ല, പക്ഷേ BJDയെ ഒപ്പം കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ സഖ്യം ഇതിനോടകം തന്നെ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഈ നവീൻ പട്നായിക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നവീൻ പട്നായിക് പറയുന്നത് ഈ അന്നത്തെ സാഹചര്യം നോക്കി ഒരു തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. ജഗൻമോഹനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. BRSനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യം നിർണായക ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അവിടെയാണ് വസന്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DMKയിലൊക്കെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരെ ആരംഭിച്ചിരിക്കുന്നു എന്ന്. അല്ല, ഇതിൽ ഈ പറഞ്ഞേക്കെ നമുക്ക് ഒരു ഹൈപ്പോത്തസിസ്, ഒരു തിയറി എന്നുള്ള നിലയ്ക്ക് നല്ല, പക്ഷേ സീറ്റുകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ദക്ഷിണേന്ത്യ മാറ്റിവെക്കാം, പ്രാദേശിക കക്ഷികൾക്കും നേട്ടമുണ്ടാകാം. ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് എവിടെ നിന്നാണ് വലിയ സീറ്റുകൾ വരുന്നത്? പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? അപ്പോൾ ഒരു പ്രധാന കക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ഒരു അധികാരത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേക്ക് ചെയ്യണം. ഒരു അധികാരത്തിൻ്റെ സ്റ്റേക്ക് കൊടുക്കുമ്പോൾ ഒരു 120 സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടണം. എത്ര സീറ്റ് കോൺഗ്രസിന്? കോൺഗ്രസ് നേതാക്കൾ പോലും ഒരു 80-90 തന്നെയാണ് അവരുടെ ഒരു റിയൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്. പക്ഷേ ഈ അവസാന സെക്കൻഡ് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം, ആ മാറ്റം അത് ഒരു വോട്ടായി വന്നിട്ടുണ്ട് എങ്കിൽ ഒരു 120 വരെ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ ഈ സംസാരിക്കുന്ന നേതാക്കളൊക്കെ പറയുന്നത് ആര് പ്രധാനമന്ത്രി എന്നൊക്കെ ഉള്ളത്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണോ അല്ലയോ ഒന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇഷ്യൂ അല്ല. BJP ഒരു കാരണവശാലും അധികാരത്തിൽ വരരുത്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണ്. ഇനി 1998-ലെ 97-ലേക്ക് മോഡൽ പ്രകാരം ചെറിയൊരു പാർട്ടിയിൽ, ഒരു കക്ഷിയിൽ ഒരാൾ പ്രധാനമന്ത്രി ആകുന്നതിന് പോലും അവർ എതിരല്ല. ആ സംബന്ധിച്ച് ഒരു കൺസെൻസസ് ബിൽഡപ്പ് ചെയ്യുന്നതിനാണ് ജൂൺ 4-ന് മുമ്പ്. ഈ ജൂൺ 4-ന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിച്ച് 2-3 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞു ജൂൺ 4-ന് ഇന്ത്യ സഖ്യം പിളരും. ഇതിനോടകം തന്നെ ഇവർക്ക് ആശങ്കയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചില MPമാരെ, ഇവർക്ക് ഒരു പ്രോസ്പെക്റ്റീവായി ജയിക്കാവുന്ന ചെറിയ കക്ഷികളെയും ചില MPമാരെയൊക്കെ ഇതിനോടകം തന്നെ ഇവർ സമീപിച്ചു എന്നൊരു ആശങ്ക പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വളരെ ക്വിക്കായിട്ടുള്ള ഒരു റിയാക്ഷൻ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഈ ക്വിക്കായിട്ടുള്ള റിയാക്ഷനൊക്കെ നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഗോവയിൽ പോയ വഴിക്ക് സർക്കാർ അങ്ങ് പോയി, അത് ഭൂരിപക്ഷം കിട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ക്വിക്ക് ആക്ഷൻ്റെ കാര്യങ്ങൾ പറയേണ്ട എന്തായാലും അതാകുമ്പോൾ നമുക്ക് വേറൊരു ചർച്ചയ്ക്ക് വെക്കാം. രണ്ടാമത്തെ കാര്യം, DMK സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭ ആരൊക്കെയാണ് മന്ത്രിമാരെന്നുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. വളരെ കറക്റ്റ്, ഇന്ത്യ സഖ്യത്തിലൊരു പ്രധാന പാർട്ടിയാണ്. പക്ഷേ ഈ DMK BJPക്കൊപ്പം പോകുന്നതിന് യാതൊരു മടിയും കാണിച്ചിട്ടില്ലാത്ത സർക്കാരും കൂടി, പാർട്ടിയും കൂടിയാണ്. വളരെ കാലം DMK NDAയുടെ ഒപ്പം തന്നെ നിന്നിരുന്നു.
ആ, ഒരു സർക്കാർ പിളർന്നത് തന്നെ DMK കാരണമാണ്, രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് DMK അടക്കമുള്ള, ഈവൻ മമതാ ബാനർജി അടക്കമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. CPM പ്രധാനമായും പശ്ചിമ ബംഗാളിൽ പറയുന്നത് മമത BJPക്കൊപ്പം പോകുമെന്ന് തന്നെയാണ്, സീറ്റ് കിട്ടിയില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് തയ്യാറായി നിൽക്കുന്നു എന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ഓപ്റ്റിക്സിനപ്പുറത്തേക്ക് മാറി ഇതിൽ എത്രത്തോളം ഒരു വസ്തുത ഉണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ജൂൺ 4-ന് ഈ പറയുന്ന വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഇന്ത്യ സഖ്യമാണോ അതോ NDA ആണോ ഈ രാജ്യത്ത് വീണ്ടും വരുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.